நான் வீழ்வேன் என்று நினைத்தாயோ? തൻ്റെ അവസ്ഥ അവൾക്കും വരരുത് എന്ന് കരുതി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി അവൾ ആ കുട്ടിയെ രക്ഷപ്പെടുത്തി. ആ കുട്ടിയെ അന്വേഷിച്ചു വന്ന അവളുടെ പോലീസായ ഏട്ടനും കൂട്ടുകാരന്മാരും അവളെയും ഒരു പയ്യനെയും അവിടുന്ന് രക്ഷപ്പെടുത്തി. അവിടുന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തിയ ആ പെൺകുട്ടിയാണ് ഈ നിൽക്കുന്ന മാധുരി. മാധുരിയുടെ അമ്മ തളർച്ചയോടെ ഭിത്തിയിലേക്ക് ചേർന്ന് നിന്നു. എല്ലാവരുടെയും അവസ്ഥ ഏതാണ്ട് അതുതന്നെയായിരുന്നു. മാധുരിയുടെ പേരിൽ രത്തൻ സുദേവിന് അയച്ചു കൊടുത്ത പണമാണ് അയാൾ ഇവിടെ എത്തിച്ചുകൊണ്ടിരുന്നത്. ഈ വീട് പോലും ദാ ഈ നിൽക്കുന്ന പെണ്ണിന്റെ മാനത്തിന്റെ വിലയാ. ആ അവളെയാ എല്ലാവരും കൂടി കല്ലെറിഞ്ഞ് കൊല്ലാൻ നോക്കിയത്. ചതിച്ചതാണ് ആ സുദേവൻ. 20 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയെ പണത്തിനു വേണ്ടി വിറ്റ് അവനെ ശരിക്കൊന്ന് കാണുന്നുണ്ട് ഞാൻ. നിങ്ങളും ഈ നിൽക്കുന്ന എല്ലാവരും തടിച്ചു കൊഴുത്ത് നിൽക്കുന്നത് ഈ നിൽക്കുന്ന പെണ്ണിന്റെ മാനത്തിന്റെ വിലയാണ്. അവളുടെ സ്വപ്നങ്ങളുടെയും ജീവിതത്തിന്റെയും വിലയാണ്. ദൈവം പോലും പൊറുക്കില്ല ആരോടും. ഇവൾ രക്ഷിച്ച ആ പെൺകുട്ടി എൻ്റെ കൂട്ടുകാരൻ്റെ അനിയത്തിയാണ്. ഒരുപക്ഷെ മാധുരി അവളെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കുട്ടിക്കും ഇവളുടെ അവസ്ഥ വന്നേനെ. ഇവളുടെ ശരീരം മാത്രമേ കളങ്കപ്പെട്ടിട്ടുള്ളൂ, മനസ്സ് തങ്കമാണ്. പൊന്നിനേക്കാൾ മാറ്റും വിലയുമുണ്ട്. മാധുരി സച്ചിയെ വിതുമ്പലോടെ നോക്കി. മോളെ മാധുരി, തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കും മോളെ. അമ്മ അവളുടെ അടുത്തേക്ക് വന്നപ്പോൾ മാധുരി പിന്നിലേക്ക് നീങ്ങി. ശരത്ത് തൂണിൽ ചാരി നിന്ന് അവളെ വേദനയോടെ നോക്കി. എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല, വേദനയുണ്ട്. ഒരു നിമിഷത്തേക്കെങ്കിലും മറ്റൊരാളുടെ വാക്ക് കേട്ട് അവിശ്വസിച്ചില്ലേ അമ്മ? അപ്പോൾ തന്നെ ഞാൻ മരിച്ചു പോയമ്മേ. ഞാൻ നിങ്ങളുടെയൊക്കെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞു. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. മനസ്സും ശരീരവും കളങ്കപ്പെട്ടു പോയ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഇനി ഒരിക്കലും ഞാൻ ഇവിടേക്ക് വരില്ല. എന്തായാലും സന്തോഷമായി. എല്ലാവരെയും കണ്ണു നിറച്ച് കണ്ടു. മതി, ഇത്രയും മതി. കഷ്ടകാലം ഒക്കെ തീർന്നല്ലോ. എല്ലാവരും ഇപ്പോൾ ഹാപ്പിയല്ലേ? ഒടുവിൽ നീ തന്നെ ജയിച്ചു അല്ലേ മധു? ശരത്തേട്ടനെ തന്നെ സ്വന്തമാക്കുമെന്ന് എന്നോട് വെല്ലുവിളിച്ചതല്ലേ? നീയും ഹാപ്പിയായി. പോവാ ഞാൻ. അച്ഛൻ എവിടെയാണെന്ന് എന്നോടൊന്ന് പറയോ? കാണണ്ട. ചിലപ്പോൾ ആ നാവിൽ നിന്നുകൂടി ഒന്നും കേൾക്കാനുള്ള കട്ടി ഇപ്പോൾ എൻ്റെ മനസ്സിലില്ല. കരഞ്ഞും ചിരിച്ചും ചങ്ക് തകർന്ന് പറയുന്നവളെ പാസ്വാൻ ഓടി വന്ന് കയ്യിൽ മുറുക്കി പിടിച്ചു. ദീ കരയാതെ. കൂടെ കരഞ്ഞു പറയുന്നവനെ നോക്കിയിട്ട് മാധുരി കണ്ണ് ചിമ്മി. ദാ ഇവനുണ്ടല്ലോ, സ്വന്തം ചോരയല്ലാഞ്ഞിട്ടും ഇവന് ഞാൻ കൂടെ പിറന്ന ചേച്ചിയാണ്. അവിടെ ഞാൻ പെട്ടുപോയപ്പോൾ എൻ്റെ കൂടെ ഒരു കവചം പോലെ നിന്നത് ഇവനാ. അയാൾ എന്നെ കടിച്ചു കുടഞ്ഞ് മുറിയിൽ ഉപേക്ഷിച്ചു പോയപ്പോൾ പനിച്ചു വിറച്ച് ഒരാഴ്ച എഴുന്നേക്കാൻ വയ്യാതെ കിടന്നപ്പോൾ കൂടെ നിന്ന് ഒരു കൂടപ്പറപ്പിനെ പോലെ എന്നെ നോക്കിയത് ഇവനാ. അന്നിവന് 16 വയസ്സേ ഉള്ളൂ പ്രായം. എനിക്കപ്പോൾ എൻ്റെ അച്ചൂട്ടിനെ പോലെയാ തോന്നിയത്. എപ്പോഴും ഞാനൊന്ന് കരഞ്ഞാൽ ഇവന് സഹിക്കില്ല. ഞാൻ ഒന്ന് പഠിച്ചു, രക്തബന്ധത്തെക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് കർമ്മബന്ധമെന്ന്. പാസ്വാൻ അവളുടെ ചുമലിൽ നെറ്റിമുട്ടിച്ച് കരഞ്ഞപ്പോൾ കണ്ണുകൾ നിറഞ്ഞു വന്ന് സച്ചി തിരിഞ്ഞു നിന്നുപോയി. മോളെ, അച്ഛൻ പോയി. 2 വർഷമായി. അമ്മ സാരിത്തുമ്പ് കൊണ്ട് വായ പൊത്തിക്കൊണ്ട് പറഞ്ഞു. മാധുരി ചുണ്ടുകൾ കടിച്ചു പിടിച്ച് വിങ്ങലടക്കി. ചേച്ചി ക്ഷമിക്കു ചേച്ചി, അകത്തേക്ക് വാ. എങ്ങോട്ട് പോകണ്ട. അച്ചു ഓടി വന്ന് അവളോട് പറഞ്ഞപ്പോൾ അവൾ മധുവിനെ നോക്കി. അവൾ ശരത്തിൻ്റെ കയ്യിൽ ഇറുക്കി പിടിച്ച് ഭയത്തോടെ അവളെ നോക്കി നിൽക്കുകയാണ്. ഇല്ല മോനെ, എനിക്കിനി ഇവിടെ യാതൊരു അവകാശവും ഇല്ല. ഞാൻ കാരണം ആർക്കും ഒന്നും നഷ്ടപ്പെടില്ല. പോകുക ഞാൻ. അവൻ്റെ കൈ വിടുവിച്ച് മാധുരി മധുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവരുടെ പിൻവിളി വകവയ്ക്കാതെ മാധുരി നടന്നപ്പോൾ സച്ചി അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. മാധുരി അവനെ പകപ്പോടെ നോക്കി. സച്ചി അവളെയും വലിച്ചുകൊണ്ട് അവരുടെ മുന്നിലേക്ക് കൊണ്ടുപോയി. പോകുന്നതിന് മുൻപ് ഒന്നുകൂടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഈ നിൽക്കുന്ന മാധുരിയെ വിവാഹം കഴിക്കാൻ പോകുന്നത് ഞാനാണ്. സച്ചിദേവ് IPSൻ്റെ ഭാവി ഭാര്യയാണ് നിങ്ങളുടെ മകൾ. ഒരമ്മ എന്ന നിലയിൽ നിങ്ങളുടെ അനുഗ്രഹം എനിക്കുണ്ടാവണം. മാധുരി അവനെ പകപ്പോടെ നോക്കി. മധുവിൻ്റെ മുഖത്ത് ദേഷ്യവും പകയും കുശുമ്പും നിറയുന്നത് പാസ്വാൻ ഒരു വിജയ ചിരിയോടെ നോക്കി നിന്നു. അവൻ കണ്ണ് നിറച്ച് കൈകൂപ്പി അവനെ നോക്കി. വേണ്ട, കൈകൂപ്പുകയൊന്നും വേണ്ട. സഹതാപത്തിൻ്റെ പുറത്തെടുത്ത തീരുമാനമൊന്നുമല്ല. എൻ്റെ പാതിയായി ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് മാധുരിയാണ്. സാറിനെന്താ ഭ്രാന്താണോ? ഇത്രയും വലിയൊരു ഓഫീസറായ സാറിന് ആരൻ്റെ വിഴുപ്പലക്കാൻ നാണമില്ലേ? മധു വെറുപ്പോടെ പറഞ്ഞപ്പോൾ മാധുരി അവളെ നടുക്കത്തോടെ നോക്കി. മധു, ശരത്ത് അവളെ ദേഷ്യത്തോടെ വിളിച്ചു. മറ്റൊരുവളുടെ സ്വന്തമായ ഒരുത്തനെ മോഹിച്ച് സ്വന്തമാക്കിയ നിനക്കിത് പറയാൻ
ഉള്ള യോഗ്യതയില്ല. വിർജിനിറ്റി അല്ല പെണ്ണിൻ്റെ ഏറ്റവും വലിയ സ്വത്ത്, അവളുടെ മനസ്സിനാണ്. എൻ്റെ അമ്മ ഇവളെ സ്വന്തം ചേച്ചിയായാണ് കാണുന്നത്. പോകുന്നതിന് മുൻപ് അവൾ എന്നോട് ആവശ്യപ്പെട്ട കാര്യവും ഇതായിരുന്നു. ചേച്ചിയിൽ നിന്നും ഏട്ടത്തി അമ്മയിലേക്കുള്ള ഇവളുടെ സ്ഥാനക്കയറ്റം. അമ്മുവിന് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കും. ഇത്തവണ മാധുരി ഞെട്ടിപ്പോയിരുന്നു. കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ മാധുരി അവനെ നോക്കി നിന്നു. മധു മറുപടിയില്ലാതെ പകയോടെ അവളെ നോക്കി. തന്നേക്കാൾ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത് അവളാണെന്ന തോന്നലിൽ മാധുരിയെ അവൾ കണ്ണു തുറച്ചു നോക്കി. പാസ്വാൻ അവളെ നോക്കി കണ്ണുരുട്ടിയപ്പോൾ അവൾ നോട്ടം മാറ്റിക്കളഞ്ഞു. മോളെ, ഈ അമ്മയെ ശപിക്കരുത്. ഓരോന്ന് കേട്ടപ്പോൾ വിശ്വസിച്ചു പോയി. അമ്മ കൈകൂപ്പി പറഞ്ഞപ്പോൾ ഇനിയൊന്നും കേൾക്കാനില്ലാത്തതുപോലെ സച്ചി അവളെ വലിച്ച് കാറിൽ കൊണ്ടിരുത്തി. പാസ്വാൻ ശരത്തിന്റെ മുന്നിലേക്ക് നീങ്ങി നിന്നു. ഇവളെ സൂക്ഷിച്ചോ, ചിലപ്പോ നിങ്ങളെക്കാൾ നല്ലത് കാണുമ്പോൾ ഇവൾ അങ്ങോട്ട് ചാടും, കുരങ്ങ. പാസ്വാൻ മധുവിനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കാറിൽ കയറിയിരുന്നു. ശരത്തും മധുവിനെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. മാധുരി ഒന്നും മിണ്ടാതെ സീറ്റിൽ ചാരി കണ്ണടച്ചിരിക്കുകയായിരുന്നു. സർ, വണ്ടി നിർത്ത്, മാധുരി പറഞ്ഞപ്പോൾ പാടത്തിനോട് ചേർന്ന് സച്ചി കാർ ഒതുക്കി. സച്ചി വണ്ടി സൈഡിലേക്ക് ഒതുക്കി ഡോറ് തുറന്ന് പുറത്തിറങ്ങി. പിന്നാലെ പാസ്വാനും മാധുരിയും ഇറങ്ങി. സച്ചി കാറിന്റെ ബോണറ്റിൽ ചാരി നിന്നുകൊണ്ട് അവളെ കൈകെട്ടി നോക്കി. സർ, അവിടെ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നെ രക്ഷിക്കാനായിരുന്നു എന്ന് മനസ്സിലായി. പക്ഷേ മാധുരി നിർത്തിയപ്പോൾ സച്ചി അവളെ സൂക്ഷിച്ചു നോക്കി. പക്ഷേ ബാക്കി കൂടി പറയേ. നോക്ക്, സച്ചി ഒരിക്കലും വെറും വാക്ക് പറയാറില്ല. ആർക്കു മുന്നിലും ജയിക്കാനുമല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. നിന്നോട് അഗാധ പ്രണയമാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു പങ്കാളി ഉണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും. മാധുരി മുന്നോട്ട് വന്ന് അവനെ നോക്കി. ഞാൻ കൊള്ളില്ല സർ. ഒരു പെണ്ണിന് വേണ്ടി യാതൊരു പരിശുദ്ധിയും ഇല്ലാത്തവളാണ് ഞാൻ. ആരുമില്ലാത്ത, നല്ലൊരു ജോലിയോ പഠിപ്പോ ഇല്ലാത്ത ഒരുത്തൻ ചവച്ചു തുപ്പിയ അവശിഷ്ടം. എനിക്കെൻ്റെ ശരീരത്തെ ഒരു മാലിന്യമായേ കാണാൻ കഴിയൂ. എന്നേക്കാൾ നല്ലൊരു പെണ്ണിനെ സാറിന് കിട്ടും. സച്ചി അവളെ തന്നെ നോക്കി നിന്നു. നിന്റെ ശരീരം നോക്കിയല്ല ഞാൻ ഈ തീരുമാനം എടുത്തത്. കാശ് കൊടുത്താൽ എൻ്റെ ആവശ്യങ്ങൾ നിറവേറാൻ ഒരുപാട് സ്ത്രീകളെ എനിക്ക് കിട്ടും. പക്ഷേ പങ്കാളിയാകാൻ നിന്നെപ്പോലൊരു പെണ്ണിനെ കിട്ടില്ല. നിനക്ക് സംഭവിച്ചത് ഒരു കുളി കഴിഞ്ഞപ്പോൾ ഒഴുകിപ്പോയ അശുദ്ധി മാത്രമാണ്. ഒരു പെണ്ണിൻ്റെ യോഗ്യത അവളുടെ വിർജിനിറ്റിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിന്റെ ഇന്നലകൾ എനിക്കൊരു പ്രശ്നമല്ല മാധുരി. എനിക്ക് ജീവിതത്തിൽ ഒരു കൂട്ട് വേണം. അതാവാൻ നിനക്ക് കഴിയും. ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ എനിക്കാരുമില്ല. നല്ലൊരു ജോലിയും വീടുമൊക്കെയുണ്ട്. പക്ഷെ ആ വീട്ടിൽ എനിക്ക് കൂട്ടായ ഒരു പെണ്ണിനെ മോഹിക്കുന്നത് തെറ്റല്ലല്ലോ. എന്നെ സഹായിച്ചതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് സാർ തിരിച്ചു പോകണം. അവിടെ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ വീട്ടിലാണെന്ന് പറഞ്ഞാൽ മതി. സഹായിച്ചതിനും കൂടെ നിന്നതിനുമൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ജീവിത അവസാനം വരെ ആ നന്ദിയും കടപ്പാടും എന്നിലുണ്ടാവും. മാധുരി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞപ്പോൾ ദേഷ്യവും സങ്കടവും വന്ന് സച്ചി അവളെ വലിച്ച് കാറിലേക്കിട്ടു. കേറ്. പകച്ചു നിന്ന് പാസ്വാനോട് കലിതുള്ളിക്കൊണ്ട് അവൻ പറഞ്ഞു. പാസ്വാൻ ഓടി കാറിൽ കയറി. വണ്ടിയുടെ സ്പീഡ് കൂട്ടി സച്ചി ദേഷ്യമമർത്തിയപ്പോൾ മാധുരി ഭയത്തോടെ അവനെ നോക്കിയിരുന്നു. വരുന്ന വഴിക്ക് അവൻ കണ്ടിരുന്ന ആൽത്തറയിലെ കാവിന് മുൻപിൽ സച്ചി കാറ് നിർത്തി. ഇറങ്ങി വന്ന് മാധുരിയെ വലിച്ചിറക്കി കാവിലെ കത്തുന്ന കൽവിളക്കിന് മുൻപിൽ കൊണ്ടു നിർത്തി. മാധുരി പകപ്പോടെ അവനെ നോക്കി. പാസ്വാൻ കാറിൽ നിന്നിറങ്ങി അവരുടെ അടുത്തേക്ക് ഓടി വന്നു. ആദ്യമായി സച്ചി ഒരു അധർമ്മം ചെയ്യാൻ പോവുകയാണ്. ഒരാളുടെ അറിവോ സമ്മതമോ ഇല്ലാത്തൊരു കാര്യം. ഈ പേരറിയാ മൂർത്തിയുടെ മുന്നിൽ വെച്ച് ഇവരെ സാക്ഷിയാക്കി സച്ചിദേവ് എന്ന ഈ നിൽക്കുന്ന മാധുരി എൻ്റെ ഭാര്യയെ സ്വീകരിക്കാൻ പോവുകയാണ്. സച്ചി ആരോ നേർച്ചയ്ക്കായി കെട്ടിയിരുന്ന മഞ്ഞച്ചരടിൽ കോർത്തിട്ടിരുന്ന താലിമാല അഴിച്ചെടുത്ത് മാധുരിയുടെ കഴുത്തിൽ ചാർത്തി. എതിർക്കാനോ യാഥാർത്ഥ്യം മനസ്സിലാക്കാനോ സാധിക്കാതെ മാധുരി ഒരു ശില പോലെ നിന്നുപോയി. നേർത്ത മൂളലുകളും അവൻ്റെ കരങ്ങളുടെ ചൂടും മാത്രം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ചെമ്പ് കിണ്ണത്തിൽ വെച്ചിരുന്ന കുങ്കുമത്തിൽ നിന്നും ഒരു നുള്ളെടുത്തവൻ അവളുടെ നെറ്റിയിൽ ചാർത്തി. ചലനമറ്റ മിഴികളോടെ മാധുരി അവനെ നോക്കി നിന്നു. പാസ്വാൻ അവിടെ നിന്ന് തെറ്റിപ്പൂക്കൾ പറിച്ചെടുത്ത് അവർക്കുമേൽ വർഷിച്ച് സ്വന്തം ആഹ്ലാദം രേഖപ്പെടുത്തി. കഴുത്തിൽ വീണ താലിയിലേക്കും നെറുകയിൽ ചാർത്തപ്പെട്ട സിന്ദൂരത്തിലേക്കും വിരലുകൾ തൊട്ട് മാധുരി അവനെ തുറച്ചു നോക്കി. ഈ നിമിഷം മുതൽ നീ സച്ചിദേവിൻ്റെ ഭാര്യയാണ്, മാധുരി സച്ചിദേവ്. ഇനി ഒരിക്കലും എൻ്റെ മുന്നിൽ നീ പഴയ കാര്യങ്ങളുടെ ഭാണ്ഡക്കെട്ടഴിക്കരുത്. എൻ്റെ പെണ്ണിനെ ഏതോ ഒരു തെരുവ് പട്ടി കടിച്ചു, അതിനുള്ള ഇഞ്ചക്ഷനും എടുത്തു. അതോടെ അതവിടെ തീർന്നു. മനസ്സിലായോ നിനക്ക്? എൻ്റെ മനസ്സിലെ, എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഭാര്യ വിശുദ്ധിയാൽ സമ്പന്നയാണ്. നിനക്കിതൊക്കെ അംഗീകരിക്കാൻ
സമയം വേണമെന്നും എനിക്കറിയാം. എടുത്തോളൂ, എത്ര വേണമെങ്കിലും എടുത്തോളൂ. പക്ഷേ എന്നിൽ നിന്നും ഇനിയൊരു മോചനം ഉണ്ടാകുമെന്ന് നീ വിചാരിക്കണ്ട. എന്നാ പിന്നെ വന്നാട്ടെ ഭാര്യയെ. സച്ചി അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ച് ഒരു കുസൃതി ചിരിയോടെ നടന്നപ്പോൾ മാധുരി ഒരു പാവയെ പോലെ അവൻ്റെ പിന്നാലെ നടന്നു. സൂപ്പർ സർ. പാസ്വാൻ അവനെ നോക്കി കൈകൊണ്ട് ആംഗ്യം കാണിച്ചപ്പോൾ സച്ചി അവനെ നോക്കി കണ്ണിറക്കി. കവലയിൽ വണ്ടി നിർത്തി സച്ചി ആരോടോ എന്തോ ചോദിക്കുന്നതും തിരികെ വന്ന് കാറിൽ കയറുന്നതും ഇരുവരും കണ്ടു. അവർ പോകുന്നത് സുദേവന്റെ വീട്ടിലേക്കാണെന്ന് കണ്ടപ്പോൾ മാധുരി പതർച്ചയോടെ അവനെ നോക്കി. നിനക്ക് കണക്ക് ചോദിക്കണ്ടേ മാധുരി, നിന്റെ ജീവിതം ഇങ്ങനെ കശക്കേറിയാൻ കൂട്ടുനിന്നവരോട്? സച്ചി തന്നെ അവളുടെ മനസ്സിലേക്ക് ആദ്യത്തെ തീപ്പൊരി ഊതി വിട്ടു. അതുവരെ ഭയത്തോടെ ഇരുന്നവളുടെ മുഖത്ത് മുറക്കം കണ്ടപ്പോൾ സച്ചി ഒന്ന് പുഞ്ചിരിച്ചു. കടക്കാരൻ പറഞ്ഞത് വെച്ച് സച്ചി കാർ നിർത്തിയത് ഒരു ഇരുനില വീടിന് അത്യാവശ്യം നല്ലൊരു ആഡംബര വീടിന് മുന്നിലായിരുന്നു. ഒന്നും അറിയാത്ത പെൺകുട്ടികളെ കൂട്ടിക്കൊടുത്ത് അവൻ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. സച്ചി വീട് മൊത്തത്തിൽ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. നിങ്ങളിവിടെ ഇരിക്കെ, ഞാൻ ആദ്യം പോയിട്ട് വരാം. സച്ചി അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ട് സീറ്റ് ബെൽറ്റ് മാറ്റി പുറത്തിറങ്ങി. അവിടെ എന്തോ ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലായി. 10-ലധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അതിലാരാണ് സുദേവൻ എന്ന് മനസ്സിലാക്കാൻ സച്ചി പ്രയാസപ്പെട്ടു. ഒടുവിൽ അവിടെ നിന്നൊരു ചെറുപ്പക്കാരനോട് സച്ചി ചോദിച്ചു, സുദേവൻ ചേട്ടാ, ഇനി വന്നേ, ചേട്ടനെ കാണി സാറ് വന്നിട്ടുണ്ട്. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ അവന്റെ നോട്ടം പോയിടത്തേക്ക് സച്ചി നോക്കി. അവന്റെ കണ്ണുകൾ കുറുകി. വെള്ള ജുബയും മുണ്ടും ധരിച്ചൊരാൾ ചിരിയോടെ സച്ചിയുടെ അടുത്തേക്ക് വന്നു. കഴുത്തിൽ നല്ല കനത്തിലുള്ള സ്വർണമാലയും കയ്യിൽ ചെയിനും വിരലുകളിൽ മോതിരവുമിട്ട് പുത്തൻ പണക്കാരന്റെ എല്ലാ ഹുങ്കും അയാളിൽ ഉണ്ടായിരുന്നു. ആരാ? സുദേവനല്ലേ? അല്ല, ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുകയാണോ? സച്ചി എടുത്തു ചോദിച്ചു. എൻ്റെ മൂത്ത മകൾ നീലിമയുടെ വിവാഹം ഉറപ്പിക്കലാണ്. അല്ല, നിങ്ങളാരാ? വളരെ രഹസ്യമായൊരു കാര്യം പറയാനുണ്ട്. ചേട്ടനൊന്ന് വന്നേ, ഒരു 10 മിനിറ്റ്. സച്ചി ശബ്ദം താഴ്ത്തി അയാളോട് പറഞ്ഞു. സുദേവൻ അകത്തുപോയി അയാളുടെ ഭാര്യയോട് പറഞ്ഞിട്ട് സച്ചിയുടെ കൂടെ കുറച്ചു ദൂരേക്ക് മാറി നിന്നു. അധികം ആരുടെയും ശ്രദ്ധയില്ലാത്ത സ്ഥലമായിരുന്നു. കല്യാണമൊക്കെ ഉറപ്പിച്ചോ സുദേവ? സച്ചി കൈകൾ കെട്ടി നിന്ന് അയാളെ നോക്കി ചോദിച്ചു. ഏകദേശം. അല്ല, നിങ്ങളാരാ? സുദേവൻ സംശയത്തോടെ ചോദിച്ചു. ഞാൻ ആരാണെന്നൊക്കെ പറയാം, അതിനു മുൻപ് ഒരു കാര്യം ചെയ്യാനുണ്ട്. സച്ചി അതും പറഞ്ഞ് അവൻ്റെ ചെവിക്കൊല്ലു നോക്കിയൊന്ന് പൊട്ടിച്ചു. ചെവിയിലൊരു മൂളിച്ചയോടെ സുദേവൻ ഭിത്തിയിൽ ചാരി നിന്നുപോയി. ഇതെന്തിനാണെന്ന് നിനക്കറിയോ? നീ കാരണം മാനവും ജീവിതവും നശിച്ചൊരു പെണ്ണിനു വേണ്ടി. സ്വന്തം മകളുടെ വിവാഹം ഇല്ലാതാകുന്നത് നിന്റെ കൺമുന്നിൽ ഇപ്പോൾ നടത്തി തന്നതിന് ഞാൻ. പക്ഷേ ഞാനത് ചെയ്യില്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ സച്ചി ഒരിക്കലും കൂട്ടു നിൽക്കില്ല. തെറ്റ് ചെയ്തത് നീയല്ലേ, അതുകൊണ്ട് ശിക്ഷയും നീ അനുഭവിച്ചാൽ മതി. ആരടാ നീ? നീ ഇതിനെ എന്നെ തല്ലിയത്? നീ എന്തുണ്ടാക്കുമോ നീ പറഞ്ഞു വരുന്നത്? സുദേവൻ കലിയോടെ ചാടിയപ്പോൾ സച്ചി അയാളെ ഭിത്തിയിൽ ചേർത്ത് നിർത്തി. കടന്ന് ചേലക്കാതടാ, ഞാൻ ആരാണെന്ന് നിനക്കറിയണം അല്ലേ? അതിനു മുൻപ് നിനക്കൊരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. വാടാ ഇവിടെ. സച്ചി അയാളുടെ ഷർട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് പോയി. കാറിൽ നിന്നും ഇറങ്ങുന്നവളെ കണ്ട് സുദേവൻ ശ്വാസം വിലങ്ങി നോക്കി. സച്ചിയുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ സുദേവ? മുംബൈയിലെ ചുവന്ന തെരുവിൽ മാനം വിറ്റ് എൻ്റെ ജീവിതം എങ്ങനെ ഒടുങ്ങുമെന്ന് കരുതിയല്ലേ? 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റക്കൊടുത്ത യുവദാസിന് നിന്നേക്കാൾ മേന്മയുണ്ട് സുദേവ. മാധുരി പുച്ഛത്തോടെ പറഞ്ഞു. നീ നീ എങ്ങനെ? സുദേവൻ പകപ്പോടെ ചോദിച്ചു. അത് ചോദ്യം എങ്ങനെ പുറത്തു വന്നു എന്ന് അതിനുള്ള ഉത്തരം ഞാൻ പറയാം. നീ അവിടെ ആ വേശ്യാലയത്തിൽ തള്ളിയ പഴയ മാധുരിയല്ല ഇവിടുന്ന്. എൻ്റെ ഭാര്യ മാധുരി സച്ചിദേവാണ്. സുദേവൻ ഞെട്ടലോടെ സച്ചിയെ നോക്കി. കേട്ടോ മാധുരി, അകത്തിവൻ്റെ മകളുടെ വിവാഹം ഉറപ്പിക്കുക. എന്താ വേണ്ടത്? പ്രതികാരം ചെയ്യാനുള്ള കറക്റ്റ് ടൈമാണ്. വേണ്ട, ഇയാൾ എങ്ങനെയായാലും അതൊരു പെൺകുട്ടിയല്ലേ, നടന്നോട്ടെ. പക്ഷേ ഇവനോടുള്ള കണക്ക് എനിക്ക് ചോദിക്കണം. മാധുരി, എനിക്കൊന്നും അറിയില്ലായിരുന്നു. നിന്നെ ജോലിക്ക് തന്നെ ഞാൻ കൊണ്ടുപോയത്. സുദേവൻ തടിതപ്പാൻ ഒരടവിറക്കി നോക്കി. ഛി, നിർത്തടാ. നീ എന്താ വിചാരിച്ചത്? ഞാൻ ഒരു പൊട്ടനാണെന്നോ? നിന്റെ ചരിത്രം മൊത്തം ചകഞ്ഞിട്ട് തന്നെയാ ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. മാധുരി മാത്രമല്ല, മറ്റു പല പെൺകുട്ടികളെ നീ ഇതുപോലെ ചതിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. ഞാനൊന്നും ചെയ്തില്ലെങ്കിലും നിന്റെ മോളുടെ കല്യാണം മുടങ്ങും സുദേവ. സച്ചി ഗൂഢമായ ചിരിയോടെ പറഞ്ഞപ്പോൾ സുദേവൻ ഉമ്മിനീരിറക്കി അവനെ നോക്കി. ഞാനിവളുടെ ഭർത്താവ് മാത്രമല്ല, ഒരു IPS ഉദ്യോഗസ്ഥൻ കൂടിയാണ്. തിരുവനന്തപുരം സിറ്റി കമ്മീഷണറായിട്ട് ചാർജ് എടുത്തിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. ആദ്യത്തെ കേസ് നിന്റേത് തന്നെ ആകട്ടെ. നീ ചെയ്തു കൂട്ടിയ പല ചെറ്റത്തരത്തിനും ശക്തമായ തെളിവുണ്ട്.
ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിലെന്ന് സ്വദേവൻ ആഗ്രഹിച്ചു. പക്ഷെ അതിനു മുൻപ് ഒരു കാര്യം, നീയും മാധുരിയുടെ അനുജത്തി മധുശ്രീയും തമ്മിൽ എന്താടാ ഏർപ്പാട്? ആദ്യം നീ അവളെ ശരിക്കും ഒരു വീട്ടുജോലിക്ക് തന്നെയാണ് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. പിന്നെ എങ്ങനെയാ നീ രത്തന് മാധുരി എത്തിച്ചു കൊടുത്തത്? മാധുരി പകപ്പോടെ അവനെ നോക്കി. അത് ശരത്തിനെ സ്വന്തമാക്കാൻ ഇവളെ എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് മാറ്റണമെന്ന് അവൾ എന്നോട് ആവശ്യപ്പെട്ടു. അതിനായി മാധുരിയുടെ അച്ഛനെ ചികിത്സിക്കാൻ ഇവിടുത്തെ പൗരസമിതിക്കാർ പിരിച്ചു നൽകിയ 2 ലക്ഷം രൂപ ആരും അറിയാതെ മധുശ്രീ എനിക്ക് നൽകി. എനിക്ക് രത്തനുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിച്ചത്. തലകുനിച്ചു പറയുന്നവൻ്റെ നാവിൽ നിന്നും കേട്ട വാക്കുകളിൽ മാധുരി തളർച്ചയോടെ കാറിലേക്ക് ചാരി നിന്നു. അവൻ പോലീസാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഒന്നും ഒളിച്ചു വെക്കാതെ സുദേവൻ എല്ലാം വെളിപ്പെടുത്തിയത്. സച്ചി അയാൾ പറഞ്ഞതൊക്കെ വീഡിയോയിൽ പകർത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ഇതുപോലുള്ള കൊടും വിഷങ്ങൾക്ക് വേണ്ടിയാണല്ലോ താൻ സ്വന്തം ജീവിതം ഹോമിച്ചത്. സച്ചി അവളോട് സഹതാപത്തിൽ പറഞ്ഞപ്പോൾ മാധുരി പൊട്ടിക്കരഞ്ഞുപോയി. സച്ചി അവളെ ആശ്വസിപ്പിച്ചപ്പോൾ അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം മുട്ടിച്ച് വിതുമ്പിപ്പോയി. സർ, എനിക്കൊരു അനുവാദം തരണം, പാസ്വാൻ അവനെ നോക്കി പറഞ്ഞു. സച്ചി അവനെ നോക്കി തലകുലുക്കി. പാസ്വാൻ സുദേവന്റെ കവളിൽ ഒരെണ്ണം പൊട്ടിച്ചു. നേരത്തെ സച്ചി അടിച്ചിടത്ത് തന്നെ അവൻ്റെ അടിയും കൊണ്ടതിനാൽ സുദേവൻ വേദനയോടെ വിളിച്ചുപോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോലീസ് ജീപ്പ് അവിടേക്ക് വന്നു. SI സച്ചിയെ സല്യൂട്ട് ചെയ്തുകൊണ്ട് സുദേവനെ അറസ്റ്റ് ചെയ്തു. കല്യാണം ഉറപ്പിക്കാൻ വന്നവർക്ക് മുൻപിൽ മാധുരിയുടെ കാര്യമൊഴിച്ച് സുദേവൻ ചെയ്ത തട്ടിപ്പിൻ്റെയും പെൺവാണിഭത്തിൻ്റെയും കാര്യങ്ങൾ SI വിശദീകരിച്ചു കൊടുത്തപ്പോൾ കല്യാണം ഉറപ്പിക്കാൻ വന്നവർ അവജ്ഞയോടെ പുറത്തേക്ക് പോയി. എന്നാൽ സുദേവന്റെ ഭാര്യയുടെയും മകളുടെയും മുഖഭാവത്തിൽ യാതൊരു വ്യത്യാസവുമില്ലാത്തത് സച്ചി സംശയത്തോടെ നോക്കി. സുദേവന്റെ മകളുടെ പേരിൽ മുൻപ് ഹണി ട്രാപ്പ് നടത്തിയതിനുള്ള കേസ് നിലനിൽക്കുന്നുണ്ടെന്ന് SI പറഞ്ഞപ്പോൾ സച്ചി പക്കപ്പോടെ നോക്കി. അപ്പോൾ നിന്റെ കുടുംബം മൊത്തം കൂട്ടിക്കൊടുപ്പുകാരാണല്ലോ സുദേവ, സച്ചി പുച്ഛത്തോടെ പറഞ്ഞു. സുദേവനെ പോലീസ് കൊണ്ടുപോയപ്പോൾ സച്ചി കാറ് നേരെ മാധുരിയുടെ വീട്ടിലേക്ക് തിരിച്ചു. പാസ്വാന് വിസിലടിക്കാൻ തോന്നിപ്പോയി സച്ചിയെ നോക്കി. മാധുരിയുടെ വീട്ടിലേക്ക് വീണ്ടും കാർ ഇരച്ചിലോടെ സച്ചി നിർത്തി. വണ്ടിയുടെ ശബ്ദം കേട്ട് മാധുരിയുടെ അമ്മയും സഹോദരങ്ങളും ശരത്തും ഇറങ്ങി വന്നു. സച്ചി ഡോറ് തുറന്ന് മാധുരിയുടെ കൈക്ക് പിടിച്ചിറക്കി. വിവാഹിതയായി മുന്നിൽ നിൽക്കുന്ന മകളെ അവർ അതിശയത്തോടെ നോക്കി. പോയി ചോദിക്കേ നിന്റെ ജീവിതം തകർത്തവരോട്. ഇനിയൊരു കണക്കും ബാക്കി വെക്കാതെ വേണം ഈ നാട് ഉപേക്ഷിച്ചു പോരാൻ. ഇനി നിനക്ക് ഈ വീടുമായോ ഇവിടെയുള്ളവരുമായോ യാതൊരു ബന്ധവും വേണ്ട. നിന്റെ ജീവിതം കശക്കെറിഞ്ഞ ഒരാളോട് പോലും ക്ഷമിക്കരുത്. സച്ചിയെ ഒന്ന് നോക്കിയിട്ട് മാധുരി മുഖം തുടച്ച് മുറുക്കത്തോടെ പടികേറി മധുശ്രീയുടെ മുന്നിൽ നിന്നു. അവളുടെ കവളിൽ ആഞ്ഞു വീശിയപ്പോൾ അവളുടെ മുഖം ഒരു വശത്തേക്ക് ചരിഞ്ഞുപോയി. നീ എന്തിനാ അവളെ തല്ലിയത്? അമ്മ അവൾക്ക് നേരെ ദേഷ്യത്തോടെ വന്ന് ചോദിച്ചു. എന്തിനാണെന്നോ? അറിയണോ നിങ്ങൾക്ക്? അറിയണോന്ന്? സ്വന്തം കൂടപ്പിറപ്പിനെ കൂട്ടിക്കൊടുക്കാൻ കൂട്ടുനിന്ന് ഈ ദ്രോഹിയെ പിന്നെ ഞാൻ മാലയിട്ട് സ്വീകരിക്കണോ? മാധുരിയുടെ ശബ്ദമുയർന്നതും എല്ലാവരും ഞെട്ടലോടെ അവളെ നോക്കി. നിനക്കൊക്കെ വേണ്ടിയല്ലേ ഞാൻ എൻ്റെ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് പാടത്തും പറമ്പിലും പണിയെടുത്ത് കഷ്ടപ്പെട്ടത്? എങ്ങനെ തോന്നിയിട്ട് നിനക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ? ഒരു വാക്ക് നീ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഒഴിഞ്ഞു മാറി തരില്ലായിരുന്നോ ഞാൻ? മാധുരി തളർച്ചയോടെ പറഞ്ഞപ്പോൾ ശരത്ത് അവളെ തുറച്ചു നോക്കി. മധുശ്രീ വിളറി വെളുത്ത് നിൽക്കുകയായിരുന്നു. ചേച്ചി, എന്താ കാര്യം? മാധുരിയുടെ അനിയൻ മുന്നോട്ട് വന്ന് ചോദിച്ചു. എന്താ കാര്യമാണെന്ന് ഞാൻ പറയാം. സച്ചി ഫോണിലെ വീഡിയോ ഓണാക്കി എല്ലാവർക്കും മുന്നിൽ കാണിച്ചു. മാധുരിയുടെ അമ്മ തളർച്ചയോടെ നിലത്തേക്ക് ഇരുന്നു പോയി. സഹോദരങ്ങൾ വെറുപ്പോടെ മധുശ്രീയെ നോക്കി. ശരത്ത് അവളുടെ ചെകിട ആഞ്ഞടിച്ചു. ഛേ, ഇത്രയും വൃത്തികെട്ട മനസ്സുമായാണോ നീ എൻ്റെ ഒപ്പം ജീവിച്ചത്? ഉറപ്പ് തോന്നുവാടി. ശരീരം പുഴുവരിക്കുന്നത് പോലെ തോന്നുക. ഇനി എൻ്റെ ജീവിതത്തിൽ നീ ഉണ്ടാവില്ല. അവസാനിപ്പിക്കുകയാണ് ഞാൻ എല്ലാം. ശരത്തേട്ടൻ മാപ്പ്, എന്നെ ഉപേക്ഷിക്കല്ലേ. ശരത്തേട്ടന് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തത്. ഏട്ടനില്ലാതെ ഞാൻ ജീവിക്കില്ല. കാലിൽ പിടിച്ചു കരഞ്ഞു പറയുന്നവളെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് ശരത്ത് പിന്നോട്ട് നീങ്ങി നിന്നു. മുൻപും ആത്മഹത്യാശ്രമമായിരുന്നല്ലോ നീ എൻ്റെ ജീവിതത്തിലും കടന്നു കയറി നടത്തിയത്. நான் வீழ்வேன் என்று நினைத்தாயோ?